ബന്ധപ്പെട്ട സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഇതിനായി രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ പി വി മുഹമ്മദിനെ സ്വാഗതം പറയുന്നതിനായി ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ ബഹുമാനായ അധ്യക്ഷൻ ആശം ബാബു, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, നമ്മുടെ വകുപ്പിനും നമുക്ക് വ്യക്തിപരമായും ഒരിക്കലും മറക്കാൻ കഴിയാത്ത വകുപ്പിന് ഒട്ടനവധി നേട്ടങ്ങൾ 5 വർഷക്കാലം കൊണ്ട് നേടിത്തന്ന ബഹുമാനായ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ കെ ബാബു സാർ അവർ, നമ്മുടെ ബഹുമാനായ എറണാകുളം DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ്, ഇന്നിവിടെ മുഖ്യ അതിഥിയായി എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള ബഹുമാനായ എറണാകുളം MLA TJ വിനോദ് അവർ, വേദിയിലെ ഇരിക്കുന്ന നമ്മുടെ കോട്ടയത്തെ നമ്മൾ ആദ്യമായി ചേർന്നപ്പോൾ ചേർന്നത്തെ അഡ്ഹോക് കമ്മിറ്റിയിലെ ഭാരവാഹികളായ ശശാങ്കൻ, അതുപോലെ തന്നെ G രാധാകൃഷ്ണൻ നായർ, പാലക്കാട് നല്ല നിലയിൽ തന്നെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി നടക്കുന്നതിന് മുമ്പ് തന്നെ പാലക്കാട് പ്രിയദർശിനി ഫോറം എന്ന പേരിൽ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തി ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും വരെ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് വളരെ നല്ല രീതിയിൽ ബൈലോ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന പ്രിയദർശിനി ഫോറത്തിൻ്റെ ഭാരവാഹി ബഹുമാനായ ഉദുമാൻ സാർ അവർ, സദസ്സിലുള്ള പലരും, നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷണർമാരായ കാസിം സാർ, അബു സാറ്, അനുകുമാർ സാർ അടക്കമുള്ള മുഴുവൻ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ അപ്രതീക്ഷിതമായി ചില വിഷയങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആളുകളുടെ എണ്ണം കുറഞ്ഞു പോയി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കോൺഗ്രസിൻ്റെ സംഘടനയായ, നമ്മുടെ പെൻഷൻകാരുടെ സംഘടനയായ KSSPയുടെ മണ്ഡലം ശാഖ സമ്മേളനങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പുകളിൽ പലരും അതിൻ്റെ പോസ്റ്ററുകൾ ഷെയർ ചെയ്തിരുന്നു. അതിന് ഭാരവാഹികളായിട്ടുള്ള പലർക്കും ഇന്നിവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ കുറച്ചുപേരൊക്കെ യാത്രയിലായിട്ടുണ്ട്, ഉടനെ തന്നെ എത്തിച്ചേരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ജനാധിപത്യ ചേരിയിൽ നിൽക്കുന്ന എക്സൈസ് ജീവനക്കാർ ഒട്ടനവധി ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ സർവീസ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ സദസ്സിലിരിക്കുന്ന പല ആളുകളും കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹികളടക്കം പല ഔദ്യോഗിക ഭാരവാഹിത്വങ്ങളും വഹിക്കുന്ന ആളുകളാണ്. റിട്ടയർ ചെയ്ത ശേഷം വീട്ടിൽ ഒതുങ്ങി കൂടി കഴിയുന്നവരല്ല. ജനാധിപത്യ ചേരിക്ക് ശക്തി പകരുന്ന രീതിയിൽ തങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്തി മുൻപോട്ട് പോകുന്നവരാണ് ഇന്നത്തെ സദസ്സിലുള്ള മിക്കവാറും ആളുകൾ. അവരെയൊക്കെ ഒന്നിച്ചു കൂടണമെന്നും എല്ലാവർക്കും കൂടി ഒരു സൗഹൃദം പങ്കുവെക്കണമെന്നുമൊക്കെയുള്ള ഒരു ആശയവും ഈ കൂടിച്ചേരലിന് പിന്നിലുണ്ട്. എന്തായാലും ഞാനത് എൻ്റെ സ്വാഗത പ്രസംഗം നീട്ടുന്നില്ല, ഒരു ആമുഖമായി ഇത്രയും പറഞ്ഞു എന്ന് മാത്രം. മറ്റ് ചർച്ചകളൊക്കെ നമ്മുടെ ഉദ്ഘാടന സെഷന് ശേഷം നമുക്ക് ചർച്ചകളിലേക്ക് കടക്കാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ ആഷിം ബാബു എല്ലാവർക്കും സുപരിചിതനാണ്. സർവീസ് വന്ന കാലഘട്ടം മുതൽ നമ്മുടെ ഓരോ ജില്ലകളിലെ ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ബഹുമാനായ ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദ് അവരുമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിത്വമാണ്. നമുക്ക് അധികാരം കിട്ടിയപ്പോഴൊക്കെ അദ്ദേഹം സംസ്ഥാന ഭാരവാഹിത്വത്തിലുണ്ടായിരുന്നു. ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് നമ്മൾ ഇതിൻ്റെ ചെയർമാനായി ഈ വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇന്നിവിടെ അധ്യക്ഷത വഹിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരും പേരിൽ എൻ്റെ സ്വന്തം പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനായ കെ ബാബു സാറിനെ പറ്റി ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരുപക്ഷെ KR ഗൗരിയമ്മയോ അടക്കമുള്ള ആളുകളെ എക്സൈസ് വകുപ്പിന് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ചെയ്തു തന്ന ആളുകളായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ചിത്രീകരിക്കാറുണ്ട്. പക്ഷേ
ഞാൻ എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ പഠിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത് എക്സൈസ് വകുപ്പ് എന്നൊരു വകുപ്പ് തന്നെ കേരളത്തിലുണ്ടെന്ന് അതിനൊരു സാംസ്കാരിക മുഖം ഉണ്ടെന്ന് തെളിയിച്ച ഒരു വ്യക്തിത്വമാണ് ബഹുമാനായ കെ ബാബു സാർ. അദ്ദേഹം മന്ത്രിയായതിനു ശേഷം നമ്മൾ പറയാതെ നമ്മുടെ അസോസിയേഷൻ ആവശ്യപ്പെടാത്ത കാര്യങ്ങൾ പോലും അദ്ദേഹം എക്സൈസ് വകുപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. എക്സൈസ് ഗാർഡിന്റെ പേര് മാറ്റണമെന്ന് ഒരു എക്സൈസ് സംഘടനയും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം ആദ്യം ചെയ്ത ഒരു പണി എക്സൈസ് ഗാർഡിന്റെ പേര് സിവിൽ എക്സൈസ് ഓഫീസർ എന്നാക്കി മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് അദ്ദേഹം ആ സമയത്ത് വന്ന ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഇറക്കിയെന്നുള്ളതാണ്. നമ്മുടെ സംഘടന കാര്യമെന്ന് ചിന്തിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ആ പേര് മാറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ എക്സൈസ് വകുപ്പിനെ കുറിച്ച് വളരെ കൃത്യമായി പഠിക്കുകയും എന്തെല്ലാം മാറ്റങ്ങൾ അതിനകത്ത് വരുത്താൻ കഴിയും എന്ന് അദ്ദേഹം ചിന്തിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണത്. കാര്യം നമ്മളെ സ്റ്റേജിലേക്ക് വെച്ച് കളിയാക്കുകയും നമ്മൾ നേരിട്ട് കാണാൻ ചെല്ലുമ്പോഴൊക്കെ കളിയാക്കുകയും നമ്മളെ ചീത്ത പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സംഘടനയുടെയും വകുപ്പിന്റെയും നന്മയ്ക്കാണെന്ന് കരുതി നമ്മൾ അതെല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ടുണ്ട്. നമുക്ക് കാര്യങ്ങൾ നടത്തി തന്നിട്ടുമുണ്ട്. പല സന്ദർഭങ്ങളിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അദ്ദേഹം പെരുമാറിയിട്ടുമുണ്ട്. പക്ഷേ മൊത്തത്തിൽ എക്സൈസ് വകുപ്പിന്റെ ഒരു ഉന്നമനം, അതിന്റെ പുരോഗതിയെ വച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇത്ര കാര്യം ആരും ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. എക്സൈസ് വകുപ്പ് കേരളത്തിലെ ഒരു കറോപ്പശുവായിരുന്നു. ഏറ്റവും കൂടുതൽ വരുമാനം ഇന്നാണെന്ന് എനിക്കറിയില്ല, അന്നത്തെ കാലത്തിൽ ചാരായം അടക്കം, ബാറടക്കം, കള്ള് അടക്കമുള്ള ആ മേഖലയിലുള്ള വരുമാനം കേരളത്തിൻ്റെ ഏറ്റവും വലിയ വരുമാനമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന ഒരു വകുപ്പ് എക്സൈസ് വകുപ്പായിരുന്നു. ഈ നികുതി വകുപ്പ് കഴിഞ്ഞാൽ എക്സൈസ് വകുപ്പായിരുന്നു. പക്ഷേ ആ എക്സൈസ് വകുപ്പിൻ്റെ നവീകരണത്തിന്, അതിൻ്റെ ഒരു ഓഫീസ് പണിയാൻ, അതിനൊരു ജീപ്പ് മേടിക്കാൻ ഒരു നയാ പൈസ പ്ലാൻ ഫണ്ടിൽ നിന്ന് എക്സൈസ് വകുപ്പിന് കിട്ടിയിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, ഈ വകുപ്പ് ഉണ്ടായതിനു ശേഷം നമുക്ക് കിട്ടിയിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് 2 കോടി രൂപ പ്ലാൻ ഫണ്ടിൽ നിന്ന് എക്സൈസ് വകുപ്പിന് അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. അതൊരു ചരിത്ര സംഭവമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചരിത്ര സംഭവമാണ്. ആ പ്ലാൻ ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ ആദ്യത്തെ വർഷം നമുക്ക് അനുവദിച്ചെങ്കിൽ പിന്നത്തെ വർഷം അതിൻ്റെ തുക കൂടി. ഇപ്പോൾ ഇങ്ങനെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഓരോ വർഷവും നമുക്ക് ബജറ്റിൽ ഭാഗം വിളിച്ച് പൈസ അനുവദിക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുകയും എക്സൈസ് വകുപ്പ് ഓഫീസുകളടക്കം, വാഹനങ്ങളടക്കം, നമ്മുടെ ചെക്ക് പോസ്റ്റുകളിലെ മൊഡ്യൂളുകളടക്കം, ചെക്ക് പോസ്റ്റുകളിൽ നമുക്ക് കയറി നിൽക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അന്ന് കണ്ടെയ്നർ കൊണ്ടുവന്ന്, അത് ശീതീകരിച്ച കണ്ടെയ്നർ കൊണ്ടുവന്ന് 10-15ഓളം നമ്മുടെ ചെക്ക് പോസ്റ്റുകളിൽ അത് സ്ഥാപിച്ച് നമ്മുടെ ജീവനക്കാരൻ കയറാനും മൂത്രമൊഴിക്കാനുമുള്ള സൗകര്യം ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. പറമ്പിൽ മൂത്രമൊഴിച്ചുകൊണ്ടിരുന്ന എക്സൈസ് ജീവനക്കാർ ശരിയായി മൂത്രമൊഴിച്ചു കൊണ്ടിരുന്നത് ആ കണ്ടെയ്നർ വന്നതിന് ശേഷം. അങ്ങനെ ഒട്ടനവധി. അതുപോലെ വനിതാ ജീവനക്കാരുടെ നിയമനം, ഒരു കട്ടമറ വനിതാ ജീവനക്കാരെ എടുക്കുന്നതിനൊക്കെ നമ്മളൊക്കെ എതിരായിരുന്നു. കാരണം വനിതാ ജീവനക്കാർ വന്നു കഴിഞ്ഞാൽ പുരുഷ ജീവനക്കാരുടെ നമ്മുടെ പ്രായത്തിൽ കുറഞ്ഞു പോകുന്നുള്ള ഒരു പേടി കൊണ്ടാണല്ലോ. അതിന് വനിതാ ജീവനക്കാർ നമുക്ക് പ്രത്യേകിച്ചുള്ളതല്ല. പുരുഷ ജീവനക്കാർക്ക് കിട്ടേണ്ട ആ ഇത് കിട്ടാതെ വരും എന്നുള്ളൊരു പേടി കൊണ്ട് മാത്രമാണ് നമ്മൾ എതിർത്തത്. പക്ഷേ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അദ്ദേഹം ആ വനിതാ ജീവനക്കാരെ ഇത് കൊണ്ടുവന്ന് ഈ എക്സൈസ് വകുപ്പിനൊരു മനുഷ്യമുഖം, മുഖമൊക്കെ മുഖച്ഛായൊക്കെ മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ നമ്മളൊക്കെ വളരെ നാളുകളായി കാത്തിരുന്ന നമ്മുടെ 15 വർഷം സർവീസുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ എക്സൈസ് ഗാർഡുമാർക്കും ഒക്കെ ഗ്രേഡ് സംവിധാനം, നമുക്കറിയാം ബാബുസാർ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഉത്തരവൊക്കെ ഇറങ്ങിയിരുന്നു. പക്ഷേ ആ ഉത്തരവ് നടപ്പിലാക്കാൻ 10 വർഷക്കാലം കഴിഞ്ഞിട്ടും നമുക്ക് കഴിയുന്നില്ല. ആ 10 വർഷക്കാലത്തിന് ശേഷം ബാബുസാർ മിനിസ്റ്റർ ആയതിനു ശേഷമാണ് കേരളത്തിൽ ആദ്യമായി ഗ്രേഡ് പ്രൊമോഷൻ എക്സൈസ് വകുപ്പിൽ നടപ്പിലാക്കി. മറ്റേത് വകുപ്പിലും കയറുന്ന ആളുകൾക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ വർക്കായി കയറുന്ന ആൾ ഡെപ്യൂട്ടി തഹസിൽദാർ തഹസിൽദാരായി റിട്ടയർ ചെയ്യുന്ന സന്ദർഭത്തിൽ എക്സൈസ് ഗാർഡായിട്ട് കയറുന്ന ആൾ എക്സൈസ് ഗാർഡായിട്ട് റിട്ടയർ ചെയ്യുന്ന ഒരു അവസ്ഥ, ദാരുണമായ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് കൃത്യമായ ഒരു മാറ്റം വരുത്തിയത്
വളരെ സ്റ്റേണായിട്ട് അദ്ദേഹം ബഹുമാനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടുത്ത് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് ആ സ്റ്റാർ വയ്ക്കാനുള്ള അവസരം അദ്ദേഹം ഉണ്ടാക്കി തന്നു. അന്നത്തെ നമ്മുടെ അസോസിയേഷൻ്റെ ആവശ്യമായിരുന്നു അത്. അതിനുവേണ്ടി അന്നത്തെ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് അലി അടക്കം എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഉസ്മാൻ, ഏലിയാസ് അടക്കമുള്ള ആളുകൾ നിരന്തരം അതിൻ്റെ പിന്നാലെ നിന്നിട്ടുണ്ട്. നമുക്കത് സാധിച്ചെടുക്കാൻ അത് സാധിച്ചു തന്ന അദ്ദേഹത്തെ എത്ര കണ്ട് എക്സൈസുകാർ നമിച്ചാലും മതിയാവില്ല എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അങ്ങനെ വിശദീകരിച്ചാൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട്, ഇനിയും പറയാൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തന്ന് എക്സൈസ് വകുപ്പിന് ഇന്ന് എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബോധവൽക്കരണ ക്ലാസ് അടക്കം ഒരു മനുഷ്യമുഖം എക്സൈസിനുണ്ട്. അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ജനങ്ങളുമായിട്ടൊരു ബന്ധമില്ലാത്ത വകുപ്പാനൊന്നും അതുവരെ എക്സൈസ് വകുപ്പ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നത് ബഹുമാനായ കെ ബാബുസാറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന അദ്ദേഹത്തിന് അർഹൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.